അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാവരുടെയും മുസ്ലിം ലീഗുകാരുടെയും കോൺഗ്രസിന്റെയും അതേ പ്രകാരം LDFന്റെയും ഒക്കെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഇവിടെ പെൻഷൻ കൊടുക്കാനും ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഫണ്ടുകൾ അതിന്റെ പ്രോട്ടോകോൾ അടിസ്ഥാനത്തിൽ കേരളത്തിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് കേരളത്തിന് ലഭിക്കാതെയാവുമ്പോൾ അതിനു വേണ്ടി അവിടെ ശബ്ദമുയർത്തേണ്ടത് ഇവിടുന്ന് പോയ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഇവിടുന്ന് പോയ MPമാരാണ് ആ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, അവിടെ ശബ്ദമുയർത്തേണ്ടത്. അതല്ലെങ്കിൽ പാർലമെന്റ് മന്ദിരത്തിന്റെ മുമ്പിൽ ഒരു പ്ലക്കാർഡ് പിടിച്ചെങ്കിലും ഒരു പ്രക്ഷോഭം ഉന്നയിക്കേണ്ടത് ഇവിടുത്തെ വിഷയങ്ങളെ വെച്ച് ഇവിടുത്തെ MPമാരാണ്. അനങ്ങിയില്ല. അത് പോകട്ടെ, അത് ഇവിടുത്തെ ഗവൺമെന്റിന് പരിക്ക് പറ്റുന്ന കാര്യമായതുകൊണ്ട് അവർ അതിന് അത്ര ആവേശം കാണിച്ചില്ല എന്ന് പറയാം. പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് CAA ഇവിടുത്തെ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ആ വിഷയത്തിൽ ഒരു വോട്ട് ചെയ്യാൻ അതിനെതിരെ ഒന്ന് കൈകൾ ഉയർത്താൻ വേണ്ടി പാർലമെന്റിലേക്ക് പോകാൻ നോക്കിയപ്പോൾ അതിനും അവർ ചെന്നില്ല. മുത്തലാഖിന്റെ വിഷയം ഒന്ന് എന്താ? മുത്തലാഖിന്റെ വിഷയം ഈ രാജ്യത്ത് നൂറുകണക്കിന് മതക്കാർ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അവർക്കെല്ലാം വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജ്യത്ത് 3 തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ മുസ്ലിമാണ് അവന്റെ പേരെങ്കിൽ അവൻ 3 വർഷം ജയിലിൽ കിടക്കണം. അതേ പ്രകാരം ഇവിടെ ഹിന്ദു ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ആ വിഷയമില്ല, ക്രിസ്ത്യാനി ആയിട്ടുണ്ടെങ്കിൽ ആ വിഷയമില്ല, ബുദ്ധിസ്റ്റ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷയമില്ല, വേറൊരു ഇവിടുത്തെ തീയ വിഭാഗം ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിഷയമില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു നിയമം കൊണ്ടുവരുവാണ്. അവർ ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ 3 വർഷം ജയിലിൽ, യാതൊരു ഉപാധികളും ഒരു ചോദ്യം ചെയ്യപ്പെടലും കോടതിയിൽ കുറ്റപത്രം പോലും അവതരിപ്പിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്യപ്പെടണമെന്നുള്ളൊരു പുതിയ നിയമം പാർലമെന്റ് പാസാക്കിയപ്പോൾ അതിനെതിരെ ഒരു കരമുയർത്താൻ, ഒരു വിരലുയർത്താൻ ഇവിടുത്തെ UDFന്റെ MPമാർ മുതിർന്നില്ല എന്നുള്ളതാണ്. പിന്നെന്തിനാണ് അവരങ്ങോട്ട് പറഞ്ഞേക്കുന്നത്? കേരളത്തിലേക്കുള്ള അരി അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് സ്രോതസ്സുകൾ കേന്ദ്രത്തിൽ നിന്ന് വരേണ്ടതായിട്ടുണ്ട്. അതിന്റെ പ്രോട്ടോകോൾ അങ്ങനെയാണ്. അതേപ്രകാരം ഒരുപാട് ടാക്സുകൾ ഇവിടുന്ന് അങ്ങോട്ട് പോവേണ്ടതുണ്ട്. അത് ക്രമം തെറ്റാതെ പോകുന്നു. അവിടുന്ന് വരേണ്ടത് ഒരു അംശം പോലും 1-2 വർഷമായിട്ട് ഒരു രൂപ പോലും ഈ സംസ്ഥാനത്തേക്ക് അവർ അയക്കുന്നില്ല. കാരണം എന്താണ്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. ഈ ഭരണം അവർക്ക് വേണ്ടി ഒരിക്കലും താഴ്ന്നു നിന്ന് കൊടുക്കുന്നില്ല, അവർക്ക് വാങ്ങി കൊടുക്കുന്നില്ല. ഒരു വിഷയത്തിനും അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെ പോലെ വാങ്ങി കൊടുക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നലെയും മിനിയാന്നുമായിട്ട് ഞങ്ങൾ പറയുന്നതല്ല, 50 പേര് ശ്രീ കരുണാകരന്റെ കേരളത്തിന്റെ പല പ്രാവശ്യം മുഖ്യമന്ത്രി പദം അലങ്കരിച്ച കരുണാകരന്റെ വീട്ടിൽ വെച്ച് മുരളി മന്ദിരത്തിൽ വെച്ചുകൊണ്ട് 50 പേർക്ക് BJPയിലേക്ക് പത്മജ കരുണാകരന്റെ മകൾ 50 പേരെ ആനയിച്ചുകൊണ്ട് മാറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല രാഷ്ട്രീയമായിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വോട്ട് ചെയ്യുന്ന വ്യക്തി ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ ഒരു സ്ഥലത്തേക്ക് പാർലമെന്റിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ കാര്യങ്ങൾക്ക് ഒരു മുടക്കം കൂടാതെ അവിടെ പോവാൻ കഴിയുന്നുണ്ടോ, ഭയപ്പെടാതെ അവിടെ ഉള്ള BJP ഗവൺമെന്റിനോട് സംസാരിക്കാൻ കെൽപ്പുള്ളവരാണോ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരു കുട്ടിയെ ഒരു അങ്ങാടിയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി റോഡിന്റെ സൈഡിലൂടെ പോയി അതല്ലെങ്കിൽ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയെയും ആ വണ്ടിയെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവിടെ അങ്ങാടി പോയി സാധനം പോയി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ ഈ കുട്ടിക്ക് കെൽപ്പുണ്ടോ, ഒരു ബോധ്യമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കും. ആ മനസ്സിലാക്കില്ലെങ്കിലും ഇവിടുന്ന് ഡൽഹിയിലേക്ക് ഭയപ്പെടാതെ പോയി അവിടെ BJPയെ ഭയപ്പെടാതെ അവിടെ നമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയെയാണോ നമ്മൾ പറഞ്ഞയക്കുന്നതിനുള്ള ബോധ്യമാണോ? അതിന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് തെളിവ് കിട്ടുന്നത്? മുൻകാലങ്ങളിൽ എന്തൊക്കെയാണോ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പരിക്കാണ് സംഭവിക്കാൻ പോണത്, ആ സന്ദർഭത്തിൽ നമുക്ക് വേണ്ടി വാദിക്കാനും പ്രവർത്തിക്കാനും ഭയമില്ലാതെ അങ്ങോട്ട് പോവാനും ഇതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതല്ലെങ്കിൽ CPMന്റെ LDF സംവിധാനത്തിലുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. അല്ലാത്തതായിട്ട് നിങ്ങൾക്ക് വല്ല ബോധ്യവും ഉണ്ടെങ്കിൽ നിങ്ങളത് മറച്ചു വെക്കാതെ നിങ്ങൾ LDFന് വേണ്ടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കൂട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മതപരമായിട്ടുള്ള സംഘടനയാണല്ലോ സമസ്ത. ഈ പ്രദേശത്തുള്ളവർക്ക് അത് പരിചയപ്പെടുത്തി തരണ്ടല്ലോ. ബഹുമാന്യ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ പരിചയപ്പെടുത്തി തരണ്ടല്ലോ. അദ്ദേഹം എന്താ പറയുന്നത്? വോട്ട് ലീഗിന് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാ എന്നുള്ളവർക്ക് എത്തി. അതിന് കാരണം എന്താണ്? ബുദ്ധിയുള്ളവർക്കും ചിന്തിക്കുന്നവർക്കും അതിനെക്കുറിച്ചൊരു ബോധ്യം വന്നതിന്റെ പേരിലാണ്. അതിന്റെ സെക്രട്ടറി ആണല്ലോ ഉമർ ഫൈസി മുക്കം. അദ്ദേഹം പറഞ്ഞല്ലോ, ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് പറഞ്ഞല്ലോ, LDFന് വോട്ട് ചെയ്തെന്ന് വിചാരിച്ച ഒരു തെറ്റുമില്ല. ഇവിടെ രാജ്യത്ത്
BJP അല്ലെങ്കിൽ RSS പറയുന്ന 3 പേര്, ഒന്നാമതായിട്ട് മുസ്ലിമും, രണ്ടാമതായിട്ട് നശിപ്പിക്കേണ്ടത് ക്രിസ്ത്യാനിയും, മൂന്നാമതായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെയുമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനും BJPയും ഒരിക്കലും മിങ്കിളായി പോവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവർ പാരമ്പര്യത്തിലുള്ള ഇവിടുത്തെ LDFന്റെ ആളുകൾ, ഇടതുപക്ഷത്തിന്റെ ആളുകൾ എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ആരാ പറയുന്നത്? നിങ്ങളുടെയൊക്കെ നേതാവ്, സമസ്തയുടെ സെക്രട്ടറി മുക്കം ഉമർ ഫൈസിയാണ് ഈ പറയുന്നത്. ഈ കാര്യത്തിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കേണ്ട. നിങ്ങളുടെ കയ്യിലൊക്കെ, വീട്ടിൽ പെണ്ണുങ്ങളുടെ കയ്യിലൊക്കെ ഫോൺ ഉണ്ടല്ലോ, അതിന് നിങ്ങളുടെ മക്കളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ. നിങ്ങൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇന്നലെ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് ഇന്നലെയും മിനിയാന്നുമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ബോധ്യം ഇപ്പം വന്നതാ അല്ല, കുറച്ചു മുന്നേ ബോധ്യം വന്നിട്ടുണ്ട്. ആ ബോധ്യം, ഞങ്ങൾ പറയുന്ന ബോധ്യങ്ങൾ, ഞങ്ങളൊക്കെ ഈ നാട്ടിൽ 1, 2, 3 ഉള്ളായിരുന്നു. അതൊക്കെ ബോധ്യം വന്ന് പിന്നീട് ഇവിടുത്തെ മതസംഘടനകൾക്ക് വരെ ബോധ്യം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബോധ്യം വരാൻ ബാക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുമെന്നുള്ളൊരു ബോധ്യം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് ഓർമ്മ വേണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ പ്രിയപ്പെട്ട വസീഫിന്, യുവാവായ വസീഫിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.